ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ മോർണിംഗിൽ ഒന്ന് ഏവിയറിക്കകത്ത് വന്നു. ബേഡ്സിനൊക്കെ ഫുഡും വെള്ളമൊക്കെ വെച്ചു. രാവിലെ സൈഡിലിരിക്കുന്ന പ്ലാന്റ്സൊക്കെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. രാവിലെ വെള്ളമൊക്കെ വെച്ച് കുളിക്കുന്ന തിരക്കിലാണ് അവന്മാർ നല്ല അവന്മാർ 2-3 പ്രാവശ്യമൊക്കെ കുളിക്കും കേട്ടോ. വെള്ളം കിട്ടിയ അപ്പം കുളിയാണ്. കുളി അടിയൊക്കെ നടക്കുന്നുണ്ട്. വേറൊരു പ്രശ്നം ഞാനിപ്പോഴാണ് കണ്ടത്. ഈ ഏവിയറിക്കകത്ത് എലിക്കാഷ്ടങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഈ കൊച്ചു അയ്യോ, ഞാൻ തൂത്ത് കളഞ്ഞു തോന്നുന്നു. ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതാ ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിക്ക് കാണുന്നു. ചെറിയ ടൈപ്പ് എലികളില്ലേ, അവന്മാരുടെ അത്. ഇതൊക്കെ എങ്ങനെ, ഏത് വഴി കൂടെ അവന്മാർ വരുന്നതെന്ന് ഇനി കണ്ടുപിടിക്കണം. എൻ്റെ ബേഡ്സിനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഈ എലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. എനിക്ക് ഒത്തിരി ബേഡ്സ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഈ കൂട്ടിൽ വന്ന് അതിൻ്റെ കാലൊക്കെ കടിച്ചുകൊണ്ട് പോയി. എനിക്ക് ഒത്തിരി ലവ് ബേഡ്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ മണ്ടയിൽ ഇത് ചെയ്യുമ്പോൾ ഒരു കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് എലി കയറരുത്. പക്ഷെ എല്ലായിടും ഞാൻ അടച്ച് റെഡിയാക്കി. പക്ഷേ ഏത് വഴി കൂടെ വരാം. പക്ഷേ ഗേറ്റിൻ്റെ പുറത്ത് ആക്ച്വലി കുറേ കാഷ്ടം കിടക്കുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവന്മാരെങ്ങനെയോ അകത്ത് കയറിയിട്ടുണ്ടെന്ന്. ഈ പപ്പായ ചേർന്ന് നിൽക്കുന്ന ഈ പപ്പായ വഴിയാണ് അവന്മാർ വരുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ഗേറ്റിൻ്റെ അടിയിൽ ചെറിയ ഗ്യാപ്പുണ്ട്. ചെറുതല്ല, അത്യാവശ്യം ഗ്യാപ്പുണ്ട്. അതുവഴിയൊക്കെ സുഖമായിട്ട് കയറാം. എന്തായാലും ആ ഗ്യാപ്പായിരിക്കാം. വേറൊരു ഗ്യാപ്പ് ഞാനിവിടെ കാണുന്നില്ല അവന്മാർ കയറാനേ. ഇനി ആ ഗ്യാപ്പ് എന്തെങ്കിലും വെച്ച് അടയ്ക്കണം. ഇല്ലെങ്കിൽ പിന്നെ അവന്മാർ ഇതിൻ്റെ അകത്തായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ബേഡ്സിനൊക്കെ ഫുഡ് വീഴുമ്പോഴത്തേക്ക് കൊടുക്കുമ്പോൾ പുറത്തവരിടുമല്ലോ, അതെല്ലാം കഴിക്കാൻ വേണ്ടി കയറി വരും. പിന്നെ ബേഡ്സിനെ അറ്റാക്ക് ചെയ്യും. നമ്മൾ തുറന്നു വിടുമ്പോൾ അതിൻ്റെ കൂട്ടിൽ വന്ന് അതിൻ്റെ മുട്ടയെടുക്കും, കുഞ്ഞുങ്ങളെ പിടിക്കും. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എങ്ങനെയും അവന്മാർ വരുന്നത് നിർത്തണം. ഈ സൈഡിൽ വെച്ചിരിക്കുന്നതിനൊക്കെ രാവിലത്തെ ഈ മോർണിംഗിൽ ഈ സമയത്തുള്ള വെയിൽ അത്യാവശ്യം നല്ലപോലെ കിട്ടും. ഈ ഭാഗത്ത് നമ്മുടെ നടുക്കുള്ള ഷീറ്റ് വഴി കിട്ടും. പക്ഷേ ഈ ഷീറ്റ് ഒത്തിരി നാൾ കഴിയുമ്പോൾ, ഇപ്പോൾ ഇട്ടുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ഇത് പച്ച കളറാവും, പായൽ പിടിക്കും എന്നൊക്കെ പറയുന്നു. ആദ്യം ഇതായിരുന്നു ഫുള്ളിടാം, പകുതി ഭാഗം ഇതിടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട. സൂര്യചേട്ടൻ തോന്നിക്കുന്നു. അങ്ങനെ ഇതാക്കി. അങ്ങനെ നമുക്ക് കുറേശ്ശെ എല്ലാം റെഡിയാക്കി. ഞാനൊരു പുതിയൊരു പ്ലാന്റ് വാങ്ങിച്ചു, ഈ ഏവിയറിക്കകത്ത് വെക്കാനായിട്ടൊരു പ്ലാന്റ്. പക്ഷെ അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് പിന്നെ കൊണ്ടുവന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണിക്കാം. അത്യാവശ്യം ഒരു കുട്ടി മരം. ഒരുപാടൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ എൻ്റെ കയ്യിലില്ല. കിട്ടിയത് കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് കിട്ടി. അതിൽ വാങ്ങിച്ചു. അത് വന്ന് അങ്ങനത്തെ ഒരു 3-4 ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇതിൽ വെക്കാൻ, ഈ ഏവിയറിക്കകത്ത് വെക്കാൻ പറ്റിയതാണ്. പക്ഷേ ബേഡ്സ് സമ്മതിക്കുമെന്നറിയില്ല. എന്നാലും അത് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒത്തിരി അവന്മാരെ ഇട്ടാൽ കണ്ടിപ്പാൻ നശിപ്പിക്കും. ഞാൻ ഈ കുഞ്ഞന്മാരെ മാത്രം ആക്കിയാലോ എന്ന് വിചാരിക്കുന്നത്. ആ ജാവയെ പോലും ഒഴിവാക്കിയാലോ എന്നാണ് ചിന്തിക്കുന്നത്. അവന്മാർ ഭയങ്കര കുരുത്തക്കേടാണ്. ഈ ഇരിക്കും പോലെയല്ല. ഭയങ്കര ഫുഡ് കൊടുക്കുന്നത് എല്ലായിടത്തും ദൂരെ എറിഞ്ഞ് ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര കുരുത്തക്കേടാണ്. ഇതിൽ ആ ബ്ലാക്ക് 2 ഗ്രേ 2 വൈറ്റ് മാത്രം 1 ഉള്ളൂ. അതൊന്ന് കടയിൽ ഒരെണ്ണേ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ 1 ഉള്ളൂ. അതിനെ കൂടെ എടുക്കാം. പിന്നീട് വൈറ്റ് കിട്ടുമ്പോൾ എടുക്കാം. ഇതിലിപ്പോൾ ആര് ബോയ്സ് ആര് ഗേൾസ് ഒന്നും അറിഞ്ഞുകൂടാ. ഇവരിൽ DNA ഒക്കെ നോക്കിയാലൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം നോക്കിയിട്ടാണ് തന്നത്. പക്ഷേ എനിക്കിതിൽ ആ ബ്ലാക്കാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അവരെ കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. പിന്നെ കിട്ടുന്നതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. ഞാൻ ഇനി ബേഡ്സിനെ വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ വീഡിയോസ് എടുക്കാം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴേ ചെയ്ത് വയ്ക്കാം. ഇതിപ്പം ജൂൺ 3
സ്കൂളൊക്കെ ഓപ്പണായി. ഒരാൾ പോയി, ഇനി ഒരാളുണ്ട്. ഒരാൾക്ക് ലേറ്റായിട്ട് പോയാൽ, മൂത്ത ആൾക്ക് 6:30 ബസ് വരും. ഇളയാൾക്ക് പിന്നെ പതുക്കെ പോയാൽ മതിയല്ലോ. അവന് 9:30 ആകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ മതി. അത് അവർ കടിക്കുന്നത് ആ കണവനാക്കം എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.